ഇന്ന് പോകാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ മൂഴി എന്ന് പറയുന്ന സ്ഥലത്താണ്, ചെമ്പനോട്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോറി, എൻ്റെ സൗണ്ട് ഇത്തിരി പോയിരിക്കുകയാണ്. കാരണം ഇന്നലെ രാത്രിയൊക്കെ ചെറിയ സിക്കായിരുന്നു, അതുകൊണ്ട് സൗണ്ട് കംപ്ലീറ്റ് പോയിരിക്കും. ഇപ്പോൾ ഞങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാട്ടോ. ഇവിടെ സ്ഥലത്തിൻ്റെ പേര് പേരാമ്പ്രയിൽ തന്നെയുള്ള മെട്രോ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. പഴയ പുക സെറ്റപ്പ് ഹോട്ടലാണ് കേട്ടോ. ഫുഡെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഫുഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിലെ വഴി പോകുന്നു, അതാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്. പഴയ ആംബിയൻസാണ്, ഒത്തിരി ഹൈഫൈ ഹോട്ടലൊന്നുമല്ല. വളരെ കുറച്ച് കസേരയും ടേബിളൊക്കെ ഇട്ട് ഫുഡ് ആവറേജിൽ നല്ലുണ്ട്. അതുകൊണ്ട് പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. രണ്ട് സൈഡും കാട് കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്കും ചുമ്മാ ഒന്ന് നിർത്തിയതാട്ടോ. നല്ല ഒരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. ചെറിയ ഒഴുക്കുള്ളൊരു അരുവി ഇട്ടാ. ഇഷ്ടംപോലെ മീനും കിടന്ന് പൊളയ്ക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിങ്ങ് ഉൾക്കാട്ടിലേക്ക് ഉണ്ടെന്നാട്ടോ പറഞ്ഞത് ഇവര്. ആലോചിച്ച് നോക്കി, ഇവിടെയൊക്കെ കംപ്ലീറ്റ് സോളാർ കെട്ടി വെച്ചേക്കും ആന ക്രോസ് ചെയ്യാതിരിക്കാനായിട്ട്. അതിൻ്റെ ഫെൻസാണ് ഈ കാണുന്നത്. നമ്മൾ അതിനകത്ത് നോക്കിയാൽ കാണാം കേട്ടോ, ഇഷ്ടം പോലെ കുറുവ മീനുകളാണ് ഇവിടെ കിടക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പാലാട്ടോ ഇത്. ഇപ്പോൾ വെള്ളം വറ്റി കിടക്കണമെന്ന് നമുക്ക് അധികം കാര്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. നല്ല തണുത്ത വെള്ളം കേട്ടോ. ആ ചേട്ടൻ ആ റോഡിൻ്റെ അപ്പുറമുള്ള വീട്ടിലേക്ക് പോകുന്ന കേട്ടോ. ഇപ്പോൾ പാലം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അതിലേക്കൂടി നടന്ന് കയറാമല്ലോ, വെള്ളം വറ്റിക്കുന്നതുകൊണ്ട്. ഒത്തിരി ചെറിയ മീനുകൾ കാണാം കേട്ടോ. ചെറുത് മാത്രമല്ല, വലിയതും മീനുണ്ട്. പ്രത്യേക ഭംഗി കേട്ടോ മീനെ കാണാൻ. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമ്മുടെ തോട്ടത്തിലും കൂടി ഒന്ന് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നമ്മുടെ തോട്ടത്തിലേക്ക് ഇതിലെ കൂടി കയറി അങ്ങ് മേള് വരെ ചെല്ലണം. നമ്മുടെ പറമ്പിൽ ഇതേപോലെ സോളാർ കെട്ടിയിട്ടുണ്ട് കേട്ടോ. 6 മണിക്ക് ശേഷമാണ് ഈ സോളാർ വർക്ക് ചെയ്യുള്ളൂ. നമ്മുടെ പറമ്പിലേക്ക് വരണ വഴി നല്ലൊരു കുത്തി കയറ്റാ, അതിലേക്ക് കൂടി വേണം കയറി വരുന്നത്. പറമ്പിന് ചുറ്റും നമ്മൾ ഓരോ വസ്തുവകൾ നട്ടേക്കുന്നതുകൊണ്ട് ഇവിടെ സോളാറിൻ്റെ അത്യാവശ്യമുണ്ട്. ആന, മുള്ളം പന്നി, സർവത്ര ജീവികളും വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഒരു സോളാർ കിട്ടിയത്. 250-300 വാഴയൊക്കെ ഉള്ളതാണ്. എല്ലാം തന്നെ കുലച്ചു. അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ സോളാർ കെട്ടിയിരിക്കുന്നത്. പിന്നെ കവുങ്ങ്, തെങ്ങ് എല്ലാം ഉണ്ട്. ഇവിടെ വാഴയൊക്കെ എല്ലാം തന്നെ കുലച്ചു കേട്ടോ. എല്ലാം കെട്ടി നിർത്തിയേക്കുക. അപ്പോൾ ഈ പറമ്പിലെ പരിപാടി നോക്കുന്നത് ചന്ദ്രൻ ചേട്ടനാണ്. അദ്ദേഹമാണ് മോളിക്കുന്നത്. ചന്ദ്രൻ ചേട്ടൻ കൊല വെട്ടാൻ വേണ്ടിയിട്ട് പോവാണ്. കുറച്ച് മൂത്ത കൊലയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് പൈസ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് അത് വെട്ടിയിട്ട് നേരെ നമ്മുടെ പറമ്പിൽ ബസാർ ഏരിയയിൽ കൊണ്ടു കൊടുക്കാനാണ് പോണത്. പൊന്നൂട്ടി നല്ല ഇൻട്രസ്റ്റിങ്ങിലിരിക്കുക. പൊന്നൂട്ടിക്ക് ഇതെല്ലാം പോയി നടന്ന് കാണുന്നതൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങൾ ആ വാഴ നിൽക്കുന്ന ആ എൻഡ് വരെ നമ്മുടെ പറമ്പാകട്ടെ. അവിടെ കവുങ്ങ്, അതുപോലെ തന്നെ തെങ്ങ് എല്ലാം തന്നെ നട്ടിട്ടുണ്ട്. മാവ്, പ്ലാവ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലെ ഈ സീസണിൽ ഇനിയിപ്പോൾ നടാൻ പോകുന്നത് കുരുമുളകായിരിക്കും. ഇവിടെ നമ്മൾ പണിക്കാർക്ക് വേണ്ടിയിട്ടൊരു ചെറിയ ഷെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ പണിക്കാർക്കുള്ള അടുപ്പ് കാര്യങ്ങൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 4-5 ദിവസത്തെ പണിയൊക്കെ അടുപ്പിച്ച് വരുമ്പോഴത്തേക്ക് ഇവിടെയാണ് വിശ്രമിക്കുന്നതൊക്കെ. നമ്മുടെ പറമ്പിൽ നിന്ന് വെട്ടിക്കൊണ്ട് വരുന്ന കൊലയാട്ടോ. പഴുത്തെന്നാണ് ചന്ദ്രൻ ചേട്ടൻ പറയണത്. നമുക്ക് ആകെ കിട്ടിയ കൊല 4 എണ്ണമാണ്. ബാക്കിയുള്ളതൊന്നും മൂത്തിട്ടില്ല. ഇനി ഒരു 10-150 കൂടി വെട്ടാനുണ്ട്. ഇവിടെ അവരുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും പറിച്ചാട്ടോ. നല്ല ചാമ്പയ്ക്കുണ്ട്, മൾബറി ഉണ്ട്. അവരോട് ചോദിച്ചിട്ടാട്ടോ പറിച്ചത്.
ഇവിടെ ഫോറസ്റ്റിൻ്റെ കീഴിലാണ് ഈ സ്ഥലമെല്ലാം വരുന്നത്. ഇവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം വലിയ രാജവെമ്പാല വന്ന് വീടിൻ്റെ അവിടെയൊക്കെ വന്ന് ഫോറസ്റ്റുകാർ വന്ന് പിടിച്ചുകൊണ്ട് പോയത്. ഇവരുടെ പുറകു ഭാഗത്ത് നല്ല ഇഞ്ചിയൊക്കെ ചതച്ചിട്ടേക്കുന്ന ഒരു സംഭാരം ആൻറ്റി കൊണ്ട് തന്നു. അപ്പോൾ ഇത് കുടിച്ചിട്ട് ഞങ്ങളിനി മോൾ ഭാഗത്തൊരു പുഴയുണ്ട്, അവിടെ കുളിക്കാൻ പോവാം. ഈ കാണുന്നതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രകാശം പാപ്പയുടെയും സീനാൻ്റിയുടെയും വീട്. അവർ പുതിയ വീട് പണിതുകൊണ്ടിരിക്കുക. പഴയ വീട് ഓടിട്ട വീടായിരുന്നു, മുകളിലായിരുന്നു ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അത് പൊളിച്ച് മാറ്റി ഇപ്പോൾ പുതിയ വീടാക്കി. ഞാൻ പഴയൊരു വീഡിയോയിൽ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു, ഉറപ്പില്ല. പക്ഷേ അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് ഇനി ഒരു സ്ഥലത്തും കൂടി കയറാനുണ്ട്, അതിനുശേഷം പോവാണ്. ഈ കടയിൽ നിന്ന് 3 കിലോ പന്നിയിറച്ചിയും കൂടി മേടിച്ചിട്ടുണ്ട് നമ്മൾ പോണ വഴിക്ക്. അവിടെ ഒന്നും വെള്ളമില്ല. അപ്പം നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞ് പന്നിക്കോട്ടൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. അപ്പോൾ അവിടെ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ്. താറാവിൻ്റെ കൂട്. ഇവിടെയൊക്കെ ആദിവാസി ഗോത്ര സമൂഹങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഒരുപാട് അമ്പലങ്ങളും പ്രതിഷ്ഠകളും ഒക്കെ ഇവിടെയുണ്ട്. ഫോറസ്റ്റിൻ്റെ അതിർത്തി പങ്കിടുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വന്യജീവികളുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊരു ചെമ്മീൻ ഫാക്ടറി ആയിരുന്നു. വലിയ ക്വാറിയാട്ടോ. ഒരു ഇന്ന കല്ല് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ രണ്ടു വശവും. ഇവിടെ നിന്നാണ് ആളുകൾ കുടിവെള്ളവും അവരെ കുടിക്കാനുള്ള വെള്ളവും ഒക്കെ എടുക്കുന്നത്. ഇവിടെ പൊട്ടിക്കൽ നിർത്തിയെന്നാണ് ഇവർ പറയണത്.